ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞോള ഏജീസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവിടെ പുതിയൊരു വീടാണ് കാണാൻ പോകുന്നത്. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നമുക്കിപ്പോൾ ഇവിടെ ഷൊർണൂരിന് അടുപ്പിച്ച് മെറ്റൽ ഇൻഡസ്ട്രിയലിൻ്റെ കല്ലിപ്പാടത്ത് വരുന്നൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് 6.5 സെൻറ്റ് സ്ഥലവും 1400 സംതിങ് ആണ്. 1500 സ്ക്വയർ ഫീറ്റിൻ്റോളം വരുന്നൊരു വീടും ഇതാണ്. 3 ബെഡ്റൂമാണ്. താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമായിട്ടാണ്. താഴത്തെ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെയാണ്. നമുക്കത് കാണാൻ പോവാം. ഒരു 5-6 കാറൊക്കെ നിർത്താൻ പറ്റിയ സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെ നേരെ ചെല്ലുന്നു. അത് കുഴപ്പമില്ല, മൂപ്പരെ പെട്ടല്ലോ. തങ്ങളും ഉണ്ടായില്. വീടിന്റെ റോഡാണിത്. ഷൊർണൂര് എവിടെ പറഞ്ഞത്? കല്ലിപ്പാടം. ഇതാ ആയുടെ വഴി അങ്ങനെ വരിക. പാലക്കാട് ഡിസ്ട്രിക്റ്റ്. ഇതതിൻ്റെ എൻട്രൻസ്. അതിൻ്റെ എൻട്രൻസ് ആണ്. ഇത് ഉള്ളിൽ കയറാണ്. കുഴപ്പമില്ല. അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ. പൂച്ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇങ്ങനെ പൂച്ചെടികൾ വെച്ചിട്ടുണ്ട്. ചുറ്റുപുറം അവരെ കുടുംബം തന്നെയാണ്. ചുറ്റുപുറത്തെ വീടും കുടുംബക്കാരാണ്. ഇത് വാസ്തുപ്രകാരമുള്ള വീടാണ്. അതിൻ്റെ സ്കെച്ചും കാര്യങ്ങളുമാണിത്. അതിൻ്റെ സിറ്റ് ഔട്ടുള്ള എൻട്രൻസ് ആണ്. നമ്മുടെ നാട്ടിലാണല്ലേ ഫ്രണ്ട് ഇതാണ് സിറ്റ് ഔട്ട്, ഡ്രില്ല് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നായ്ക്കളൊക്കെ കയറാതിരിക്കാൻ വേണ്ടി അതിൽ ചെറിയൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ELCBയുടെ പോർഷനാണ്. അത് ഫിക്സഡ് ആയിട്ടുള്ളതാണ്. ഫോട്ടോ ചെയ്യുന്ന ഫിക്സഡ് ആയിട്ടുള്ള ഇതാണ്. അവരുടെ ഫർണിച്ചർ അതിൻ്റെ ഇതൊക്കെ ഫുള്ള് ഇതിലുണ്ട്. ഷോക്കേസ് ഹോം തിയേറ്റർ കൊടുത്തിട്ടുണ്ട്. 4 ഇതിൽ വെച്ച് കൺസീൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു വീടിങ്ങിൻ്റെ ഇടയിൽ ആർച്ച് മോഡലാണ്. ആർച്ച് ആയിട്ടുള്ളൊരു അതിൻ്റെ ഹാളാണ്. റെസ്റ്റ് റൂം കാര്യങ്ങളൊക്കെയാണ്. ബെഡ്റൂമിലേക്ക് അതിൻ്റെ ഇവിടുന്ന് തന്നെ ബെഡ്റൂമിലേക്കുള്ള വഴിയാണ്. ഫസ്റ്റ് ബെഡ്റൂമാണിത്. ഫിക്സഡ് ആയിട്ടുള്ള അലമാര ഉണ്ട്. ഫിക്സഡ് ആയിട്ടുള്ള അലമാര. ബാത്റൂം.
ഫസ്റ്റ് റൂമാണിത്. ഇവിടെ മുകളിൽ തന്നുണ്ടോ മുകളിൽ ഡംപ് ചെയ്യാൻ പറ്റിയ ആ സ്പേസ് മോഡാണ് പറഞ്ഞത്. അടുത്ത് പൂജ റൂം ഇതാ വരെ ഇതൊരു സെക്കൻഡ് ഹാളാണ്. ഇവിടുന്ന് ഈ ഹാളിൻ്റെ എടുക്കാം കേട്ടോ. അവിടെ ഇങ്ങനെ നിന്നോ ഹാളേ മോനൊന്ന് മറുപനെ. ഇതാണ് അതിൻ്റെ ഹാള്. ഡൈനിങ് ഹാളും പിന്നെ ഗസ്റ്റ് റൂമും ഫ്രണ്ടിൽ. മോൾക്ക് അടുക്കണം. അത്യാവശ്യം സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ്. അത് വക്കേരി ഉണ്ട് സ്ലാബ് വെച്ചിട്ട് 2-3-4 വരി വെച്ചിട്ട് സ്റ്റോർ റൂമാണ്. അതായത് കബോർഡ് മറ്റേ നമുക്ക് പാത്രങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഗ്യാസിൻ്റെ സ്പേസാണ്. മുകളിലൊക്കെ ഡംപ് ചെയ്യാം. ഗ്ലാസ് ടൈപ്പാണ്. റാക്കിലൊക്കെ സാധനം സിങ്ക് അതെ ഫ്രിഡ്ജിൻ്റെ സ്പേസ് പ്ലഗ് സ്പേസ് ഫ്രിഡ്ജിൻ്റെ ടൈല് പുകയില്ലാത്തടുപ്പുണ്ട്. പിന്നെ ഗ്രൈൻഡറിൻ്റെ സ്പേസ്. ഇതിൽ മറ്റേ കുഴക്കണ്ടറും ഉണ്ട്, ഓപ്പൺ കണ്ടറുണ്ട്. രണ്ടുണ്ട്. ഇത് സ്പെയർ ഗ്യാസ് വെക്കാനുള്ള സ്പെയർ ഗ്യാസ് വെക്കാനുള്ള സ്പെയർ ഗ്യാസിൻ്റെ കുഴൽ കിണറും ഓപ്പൺ കിണറും ഉണ്ട്. രണ്ടും ഉണ്ട്. വെള്ളത്തിൽ മുനിസിപ്പാലിറ്റി വെള്ളമുണ്ട്. ഇത് പൊക്കപ്പുറന്ന് വെച്ചിട്ട് ഇത് ബാക്കിലത്തെ സ്ഥലമല്ല. പഴയ അമ്മിയും കാര്യങ്ങളൊക്കെ. ഇനി ബാക്കിൽ കൂടി പോ, ഫ്രണ്ടിൽ കൂടി. ആ ഫ്രണ്ടിൽ കൂടി പോയിട്ട് എടുക്കാം. വാ ഇങ്ങനെ വാ. സബ്മർസിബിൾ ഇറക്കിയിരിക്കുകയാണ്. ഇതില്ലേ? പിന്നെ മുകളില് നമ്മളാ ഇതുണ്ട് മറ്റേ ബാൽക്കണിയിൽ ഇന്ന് ബസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വരുന്ന വെള്ളം ഇതില് അതുകൊണ്ടല്ലേ കിണറ്റിലേക്കുള്ള ഡ്രെയിനേജ്. എവിടെ ഓപ്പൺ കിണർ എവിടെയാണ്? ഫ്രണ്ടില്ലേ? നല്ല വെള്ളം. ഓപ്പൺ കിണർ. ഇനി എങ്ങനെ പോവാം? വീടിൻ്റെ ഒരു ഇടത് ഭാഗം വരുന്നതാണ്. അതിൽ മെറ്റൽ ഇട്ടേക്കാണ്. ഇടത് ഭാഗം വരുന്ന സ്പേസാണ്. ഇത് കുറച്ച് വാഴയൊക്കെ നട്ടിട്ടുണ്ടവര്. ബാത്റൂമിൻ്റെ ഇതൊക്കെ അല്ലേ? ഇപ്പം നമ്മൾ ബാക്കിൽ നിന്ന് വന്ന വഴി. അതെ, ഞാൻ കൊട്ടത്തളം എന്ന് പറയല്ലേ. അതാണ് തുണി കഴുകാനുള്ള ഒരു തീരുമാനമുള്ള സംഭവമൊക്കെ. വേസ്റ്റ് കളയാനുള്ളതൊക്കെ വാഴ ഇതെല്ലാം ആപ്പിക്കാം. ഒന്ന് നമുക്ക് മറ്റേ മുകളിലെടുക്കാം. മുകളിൽ നിന്നുള്ള വെളിച്ചം കിട്ടാനല്ലേ സ്ട്രോങ് ചെമ്പ് കൊണ്ടുവന്നു. ലൈറ്റ് ഇടും.
സെക്കൻഡ് ബെഡ്റൂം അപ്സ്റ്റെയറിലത്തെ ബാൽക്കണി സ്റ്റിക്കർ ഒന്ന് കാണിക്കട്ടെ കേട്ടോ. ഇത് വാൾപേപ്പർ ഒട്ടിച്ചാണ് ചുമരുമേ. വാൾപേപ്പറാണത് സ്റ്റിക്കർ. ബാൽക്കണി സ്റ്റീലിന്റെ ഹാൻഡിലിന്റെ ആട്ടുകുട്ടിലേക്ക് ഉണ്ട്. ഇതിലേക്ക് ഒരു റൂമുണ്ട്, അത് നമുക്ക് അതില് കുട്ടികൾ പഠിക്കുന്നുണ്ട് അവര്. അത് ഇവിടുന്ന് അവിടെ ക്ലോസ് ചെയ്തേക്ക്. ഫ്രണ്ട് പോർഷൻ എന്നുള്ള വ്യൂ ആണ്. 5-6 വണ്ടി നിർത്താൻ എല്ലായിടത്തും വീടുകളുണ്ട്, ചുറ്റുപുറം വീടുകളുണ്ട്. അതെ മൂന്നാമത്തെ റൂം. ഇത് അലമാരി കിടത്തില് അലമാര കൊടുക്കുന്നു സ്പേസ്. അലമാരുടെ ടോട്ടൽ 1500 സ്ക്വയർ ഫീറ്റ്, 6.4 സെന്റ് സ്ഥലം അല്ലേ? 1500 ചെറിയ സംതിങ് കുറവുള്ളൂ. 23 അത്ര സ്ക്വയർ ഫീറ്റിന്റെ കുറവുള്ളൂ. ഇതിലൊരു കോമൺ ബാത്റൂം 2 ബെഡ്റൂമിലേക്ക് യൂറോപ്യൻ ക്ലോസ്റ്റ് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ഇത് പുറത്തോട്ടുള്ള അല്ലേ? പുറത്തോട്ടുള്ള ഒരു സെക്കൻഡ് ബാൽക്കണി. പ്ലാൻസ് സ്പേസ് കുറേ ഉണ്ട് അല്ലേ? 1500 അല്ലേ? അത് അതിന്റെ മൊത്തത്തിലാണോ പറഞ്ഞ? അതെ അല്ലേ? 1473 കറക്റ്റ് അതിന്റെ സ്ക്വയർ ഫീറ്റ് വരിക. അതിൽ ഉൾപ്പെട്ടിട്ടാണ് ഈ ബാൽക്കണി കാര്യങ്ങളൊക്കെ വരുന്നത്. ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് വാട്ടർ ടാങ്കിലേക്ക് ഒരു പോർഷൻ അവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, അടച്ചിട്ടിരിക്കണ എന്നുള്ള മുകളിലേക്ക് പോകുന്നു. സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വീടുകളുണ്ട്. അപ്പൊ എന്നാ ഈ നമ്മുടെ ഇതിന്റെ വാസ്തു ബാക്കി കാര്യങ്ങൾ എല്ലാ മുനിസിപ്പാലിറ്റിയുടെ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയാണ്, എല്ലാ കാര്യങ്ങളും പക്കയാണ്. പിന്നെ ഇതിന്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 ലക്ഷമാണ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നിടം വരെ ആരംഭത്തെ സൈനിങ് ഓഫ്. ഇത് അവരെ വീട്ടിൽ പോണ ഒരു വഴിയാണ്. ഇത് നല്ല വീതിയുള്ള വഴിയാണ്. സൂപ്പർ വീടുമാണ്, നല്ല ലൊക്കേഷനുമാണ്. പാലക്കാട് ഡിസ്ട്രിക്റ്റ്, ഒറ്റപ്പാലം കഴിഞ്ഞ് ഷൊർണൂർ ഏതാ സ്റ്റോപ്പ് പറഞ്ഞത്? അവർ കള്ളിപ്പാടം. ഒറ്റപ്പാലം പാലക്കാട് ഡിസ്ട്രിക്റ്റ് ഷൊർണൂർ പോണ വഴി കല്ലിപ്പാടം. ഇതാണ് റോഡ്. ഇതാ മെയിൻ റോഡ് എത്തി.